10 വർഷത്തെ ഇടവേളയ്ക്കൊടുവിൽ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണം വീണ്ടും യു.ഡി.എഫിന്. ബി.ജെ.പിയിൽ നിന്ന് യു.ഡി.എഫ് ഭരണം പിടിച്ചെടുത്തത് നറുക്കെടുപ്പിലൂടെ. 7 അംഗങ്ങൾ വീതമുള്ള യു.ഡി.എഫിനും ബി.ജെ.പിക്കും ഏറെ നിർണായകമായിരുന്നു ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. എന്നാൽ 2015-ൽ സംസ്ഥാനത്ത് ബി.ജെ.പി ഭരിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്തായി അവണിശ്ശേരി മാറി. ഇത്തവണ മൂന്നാമതും തുടർ ഭരണമാണ് ബി.ജെ.പി പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 7 വീതം അംഗങ്ങളുമായി ബി.ജെ.പിയും യു.ഡി.എഫും തുല്യത പാലിച്ചു. 16 അംഗങ്ങളിൽ 2 അംഗങ്ങൾ എൽ.ഡി.എഫിനാണ്. ശനിയാഴ്ച രാവിലെ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെടുപ്പിൽ എല്ലാ കക്ഷികളും തുല്യത പാലിച്ചതോടെ നറുക്കെടുപ്പ് നടത്തുകയായിരുന്നു. നറുക്കെടുപ്പിൽ ഭരണം യു.ഡി.എഫിനൊപ്പമായി. 6ാം വാർഡ് അംഗമായ റോസ്ലി ജോയിയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി യു.ഡി.എഫ് തെരഞ്ഞെടുത്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ വരണാധികാരിയിൽ നിന്ന് സത്യവാചകം ഏറ്റുചൊല്ലി റോസ്ലി ജോയ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റു. റോസ്ലി ജോയ് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട റോസ്ലി ജോയ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 2:30-ക്കായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്. വൈസ് പ്രസിഡന്റായി എൻ.ഡി.എയുടെ 2ാം വാർഡ് അംഗമായ പി.എൻ. സുനിൽകുമാറിനെ തെരഞ്ഞെടുത്തു. പി.എൻ. സുനിൽകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇതെന്റെ വിജയമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിജയമാണ്. എന്നോടൊപ്പം നിന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരോടും, മണ്ഡലം പ്രസിഡന്റ്, മുൻ മണ്ഡലം പ്രസിഡന്റ്, ബാക്കിയുള്ള എല്ലാ കോൺഗ്രസിന്റെ നേതാക്കളും, എൻ്റെ കൂടെ നടന്ന് എനിക്ക് വേണ്ടി പ്രയത്നിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകം ഹൃദയം തട്ടി നന്ദി പറയുകയാണ്. കാരണം നമ്മളിന്ന് വളരെ 10 വർഷത്തിന് ശേഷമാണ് നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് നമ്മുടെ പഞ്ചായത്തിൽ കിട്ടിയത്. ഇനി അവണിശ്ശേരിയുടെ നല്ല വികസനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമെന്ന് വാക്ക് തരികയും കൂടിയാണ്. അവണിശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു.ഡി.എഫിനും വളരെയധികം അഭിമാനിക്കുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തും. ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ മുതൽ തന്നെ തികച്ചും ആത്മവിശ്വാസത്തിലാണ് ടീം യു.ഡി.എഫ് അവണിശ്ശേരി മണ്ഡലത്തിലെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 10 വർഷത്തെ ബി.ജെ.പിയുടെ ഭരണത്തിലെ ദുർഭരണം, ഈ പഞ്ചായത്തിലെ കെടുകാര്യവസ്ഥയും വികസന മുരടിപ്പും മുന്നിൽ നിന്നുകൊണ്ട് ഈ ഞങ്ങളുടെ 7 മെമ്പർമാരെ ജനകീയമായി വൻപിച്ച തോതിൽ വിജയിപ്പിച്ച അവണിശ്ശേരിയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടുള്ള നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അവണിശ്ശേരിയുടെ വിജയമാണിത്. ഈ വിജയം പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി വി.ആർ. കൃഷ്ണദത്തച്ചന് സമർപ്പിക്കുകയാണ്. കാരണം എന്തെന്നാൽ വി.ആർ. കൃഷ്ണദത്തച്ചനെ കടമെടുത്തുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്ക് കാണാൻ സാധിച്ചതാണ്. പക്ഷേ ജനാധിപത്യ രീതിയിൽ ജനങ്ങളോട് വോട്ട് ചോദിച്ചുകൊണ്ട് ഒരു കൃത്രിമത്വവും അതുപോലെ തന്നെ ഒരു കാശിന്റെ ഇടപാട് കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ഒത്തുചേരാതെ ഒറ്റയ്ക്ക് നേടിയ വിജയമാണ്. ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്.